ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഞാൻ ഹാബിൽ എപ്പിസോഡ് നമ്പർ 34 ലവ് കോഡ്സ് ആൻഡ് റൈറ്റിങ്സ്. വേറെ ഒന്നും വിചാരിക്കരുത്, ലവ് കോഡ്സ് വിടാൻ എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയാം ഞാൻ കോമൻറ്റ് സെക്ഷനിലെ കോഡ്സും റൈറ്റിങ്സ് ആണ് ആക്ച്വലി ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ എപ്പിസോഡ് 35 എന്നല്ലേ പറഞ്ഞത്, ഇത് 34 ആയിട്ടുള്ളൂ. അപ്പോൾ 35 എന്തായാലും നമുക്ക് കോമൻറ്റ് സെക്ഷനിലെ കോഡ്സും റൈറ്റിങ്സ് വെച്ച് ചെയ്യാം. പക്ഷേ ഇത്തവണ കൂടെ നമുക്ക് ലവ് കോഡ്സും ലവ് റൈറ്റിങ്സും വെച്ച് ചെയ്യാം. നിങ്ങളതൊന്ന് കേൾക്കി. കാരണം ഞാൻ പറയട്ടെ, എന്ത് നല്ല റൈറ്റിങ്സ് ആണ് ഇതൊക്കെ വായിക്കാതെ എങ്ങനെ നമ്മൾ പോവുക. സോ അതാണ് ഇൻട്രോ പോലും വല്ലാണ്ട് വലിച്ചു നീട്ടാണ്ട് ലൈക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് കടക്കണ തന്നെ അത്രയും നല്ല നല്ല റൈറ്റിങ്സ് ആണ്. എന്തിനാ അത് സമയം വേസ്റ്റ് ചെയ്യണത്? വായിച്ചുതരാം. ആർട്ട് ഓഫ് ഡോട്ട് എക്സ് എന്ന് പറയുന്ന രണ്ട്, ഇതെങ്ങനെ വായിക്കാൻ നിങ്ങൾക്കറിയില്ല. സീരിയസ്ലി എനിക്ക് യൂസർ നെയിം വായിക്കാൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ, പല പേജിൻ്റെ. അപ്പോൾ പക്ഷെ റൈറ്റിംഗ് അടിപൊളിയാണ്. എന്താ അറിയോ, തേടിപ്പോയതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ കടന്നു വന്നതിന്. പറഞ്ഞില്ലേ, ഭയങ്കര രസമുണ്ടാ. ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് പ്രണയമുള്ള ആളുകൾക്ക് പറ്റും. ഇപ്പം നമുക്ക് പ്രണയം ഇല്ലെങ്കിൽ എന്താ പറയുക, ഇത് വായിക്കുമ്പോൾ നമുക്കൊരു ഫീൽ കിട്ടുന്ന ആളുകളുണ്ട്. ഇനിയിപ്പോൾ ബ്രേക്കപ്പ് ആയ ആളുകൾ ഇത് വായിക്കുമ്പോൾ ഓർമ്മകളിലേക്ക് പോകും. അങ്ങനെ ഓരോ കാറ്റഗറിയിലുള്ള ആളുകൾക്കും ഇമാജിനേഷനിൽ ഒരു ബ്യൂട്ടിഫുൾ വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സച്ച് എ ബ്യൂട്ടിഫുൾ റൈറ്റിങ്സ് ആണ് ആക്ച്വലി ഇതൊക്കെ. ഇതൊക്കെ വായിക്കാതെ അല്ലെങ്കിൽ ഇതൊന്നും കാണാതെ നമ്മൾ എന്തിനാ പോണത്? ഞാൻ വീണ്ടും പറയുന്നു, ഇതിനൊക്കെ ലോജിക് വൈസ് നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഇതിന് ഒരുപാട് സൈഡുകൾ ഉണ്ടാവും, ഒരുപാട് നെഗറ്റീവ്സ് ഇതൊക്കെ ഉണ്ടാവും. ബട്ട് എല്ലാം ഞാൻ ഒഴിവാക്കുകയാണ്. വായിക്കുമ്പോൾ ഇതിൻ്റെ കോട്ടും ഈ റൈറ്റിങ്സും വായിക്കുമ്പോൾ ആ ഒരു ഫീല്, ആ ഒരു ഫ്ലോയിലങ്ങ് പോവാം. ഓക്കെ, അടുത്തത് ലൈഫ് ബീറ്റ്സ് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താൽ മിണ്ടാൻ തുടങ്ങിയ പോയി. സോറി ഗൈസ്. ഓക്കെ, മിണ്ടാൻ തുടങ്ങിയാൽ അടിയാകും, കാണാതിരുന്നാൽ സങ്കടം വരും. അത്രയും ഒരു ഇഷ്ടമാണ് അവിടെ ആക്ച്വലി സംഭവിക്കുക. ഞാൻ പറയട്ടെ, ഏറ്റവും നന്നായിട്ട് സ്നേഹിക്കുന്ന ആളുകൾ ഏറ്റവും നന്നായിട്ട് അടികൂടാൻ പറ്റും. ലൈക്ക് അടി കൂടാത്ത ആളുകളൊക്കെ ഉണ്ട്, പക്ഷെ എത്ര അടി കൂടിയാലും ആ അടിക്കൊക്കെ എൻഡിൽ അവർക്കറിയാം അതൊക്കെ ക്ലിയർ ആയി പോകുന്നു. അതേപോലെ തന്നെ എത്ര നമ്മൾ അടി കൂടി തെറ്റിപ്പോയാലും ഒരു ദിവസം നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. പവർ ഓഫ് ലവ്, ഡെപ്ത് ഓഫ് ലവ് അടിപൊളിയാ. ചിലതൊക്കെ വായിച്ചാലുണ്ടല്ലോ. അടുത്തെന്താ, SRK കോഡ്സ് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ മോശ സമയത്ത് നല്ല നേരമായി മാറുന്ന ചില മനുഷ്യരുണ്ട്. സത്യം. ലൈക്ക് ഞാൻ തന്നെ എൻ്റെ ഇൻസ്റ്റയിലും വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചില ആളുകളുടെ ഹ്യൂമൻ മെഡിസിനാണ്. അവരുമായിട്ട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് ലൈക്ക് ചിലപ്പോൾ നമ്മളെ പ്രശ്നങ്ങൾ പറയില്ല, നമുക്ക് സൊല്യൂഷൻസ് വേണമെന്ന് നമ്മൾ ചോദിക്കില്ല, ലൈക്ക് നമ്മൾ ആ ഒരു മാറ്ററെ സംസാരിക്കില്ല. പക്ഷേ അവരോട് സംസാരിക്കുന്ന ആ ഒരു കുറച്ച് സമയം മതി, നമ്മുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ചിലപ്പോൾ സോർട്ട് ഔട്ട് ആയി പോകും. ഇതെങ്ങനെയാണ് പോകുന്നത്, ഇവരെന്താ ചെയ്യുന്നത്, എന്ത് മാജിക്കാണ് ഇവർ നമുക്ക് കാണിക്കുന്നത്, ഒന്നും നമുക്കറിയില്ല. ബട്ട് അത് റെഡിയാവും. അതെങ്ങനെയെന്ന് മാത്രം നമുക്കറിയില്ല. ചില ആളുകളുടെ ഒരു കഴിവാണത്. വളരെ വലിയൊരു ഭാഗ്യമാണ് നമുക്കൊക്കെ. അടുത്തത് ഒറ്റപ്പെട്ടവൻ എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താൽ മനസ്സറിയുന്നവരുടെ കൂടെ ജീവിക്കണം, എങ്കിലേ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റൂ. സത്യം. നമുക്ക് ലൈക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു കാര്യം എന്താ? സമാധാനം. അൾട്ടിമേറ്റ് നമുക്ക് ആവശ്യം സമാധാനം തന്നെയാണ്. നമ്മൾ എന്തൊരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അതെല്ലാം നമ്മൾ ചെയ്യുന്നതും നമ്മൾ ഓരോ കാര്യത്തിൻ്റെ പുറകെ പോകുന്നതും ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുന്നതൊക്കെ എന്തിനാ? നമുക്ക് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടും. ആ ഒരു സമാധാനമാണ് ആക്ച്വലി ഏറ്റവും വലുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളിപ്പോൾ കുറേ ആളുകൾ പൈസ ഉണ്ടാക്കണമെന്ന് പറയും. ഓക്കെ, പൈസ ഉണ്ടാക്കണം, ശരിയാണ്. കുറേ സ്വപ്നങ്ങൾ നേടിയെടുക്കണം എന്ന് പറയും. ഓക്കെ, നേടിയെടുക്കണം, ശരിയാണ്. എത്ര തോറ്റുപോയാലും വീണ്ടും വീണ്ടും ശ്രമിക്കുന്നു പറയും. യെസ്, അങ്ങനെ തന്നെ വേണം. പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ അവസാനം നമ്മളൊരു കാര്യം കാണുന്നുണ്ട്. ഇപ്പം ഒരുപാട് പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പണം വെച്ച് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും. ആ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴും നമുക്കൊരു സമാധാനം കിട്ടും.
നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവും. നേടിയെടുത്ത് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുമ്പോഴും നമുക്കൊരു സമാധാനം കിട്ടും. ലൈക്ക് ഓരോ കാര്യത്തിൻ്റെയും എൻഡിൽ നമ്മൾ ആലോചിക്കുമ്പോൾ സമാധാനമാണ്. അപ്പോൾ നമുക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സറിയുന്ന ആളുകളുടെ കൂടെ ജീവിക്കണം. വല്ലാത്തൊരു രസമാണ്. അടുത്തത് വീണ്ടും ഒറ്റപ്പെട്ടവൻ എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താൽ, മോശാവസ്ഥയിലാണെന്ന് അറിഞ്ഞിട്ടും വിട്ടുപോകാതെ നിൽക്കുന്ന ഒരാളുണ്ടാവുക എന്നത് ലാസ്റ്റ് എത്തിയപ്പോൾ പോയി. ഓക്കെ, മോശാവസ്ഥയിലാണെന്ന് അറിഞ്ഞിട്ടും വിട്ടുപോകാതെ നിൽക്കുന്ന ഒരാളുണ്ടാവുക എന്നത് എന്ത് ഭാഗ്യം അല്ലേ? നമ്മൾ ലൈഫിലുണ്ടല്ലോ, നമ്മൾ പൊട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിലും, നമ്മൾ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ കൂടെ നിൽക്കുന്ന ചില ആളുകളുണ്ടാവും. ഫ്രണ്ട്സിലുണ്ട്, ഫാമിലീസിലുണ്ടാവും. ഇപ്പം ലൈക്ക് റിലേഷനിലാണെങ്കിൽ എല്ലാവരും ഒന്നുമില്ല, ബട്ട് നിൽക്കുന്നതൊക്കെ ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഭാഗ്യമാണ്. അവരൊന്നും ഒരു നോർമൽ ലൈക്ക് ഹ്യൂമൻസ് അല്ല നമ്മളെ ലൈഫിലെ മോസ്റ്റ് വാല്യുബിൾ പീപ്പിൾസാണ്. അതായത് നമ്മളെ അവസ്ഥ മോശമാണ്, നമ്മളെ ജീവിതം താളം തെറ്റിപ്പോവുകയാണെന്ന് അറിഞ്ഞിട്ടും നമ്മളെ കൂടെ നിന്ന് നമ്മളെ പിടിച്ചു നിർത്തുന്ന, നമ്മളെ ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഭാഗ്യം ചെയ്യണം അങ്ങനെയുള്ള ആളുകൾ നമുക്ക് ലൈഫിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ആ ആളുകളൊക്കെ നമുക്ക് പടച്ചോൻ വെറുതെ തരില്ല. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് ആ ഒരു നന്മ കൊണ്ടാണ് പടച്ചോൻ നമുക്ക് അങ്ങനത്തെ ആളുകളെ തരിക. അതിനൊരു ഭാഗ്യം വേണം. റൈറ്റ്? യെസ്. അടുത്തത് ബൈ ഫനീഷ എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താൽ, ഒരു മടിയും കൂടാതെ എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരാൾ. അങ്ങനെ ഒരാളെ നമ്മളിൽ പല ആളുകളുടെ ലൈഫിലും ഉണ്ടാവില്ലേ? ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാളെങ്കിലും നമ്മൾ ലൈഫിൽ കണ്ടെത്തണം. കാരണം ലൈക്ക് ഓഫ് കോഴ്സ് ലോൺലിനെസ് എന്ന് പറയുന്നതിനൊരു ബ്യൂട്ടി ഉണ്ട്. അതറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെപ്തിലേക്ക് പോയി കഴിയുന്ന ഒരാൾക്ക് പിന്നീട് ഒരാളെ കമ്പനി ഒന്നും വേണമെന്നുണ്ടാവില്ല. ബട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരാൾ നമ്മളെ കൂടെ ഉണ്ടാവുന്നത് ആക്ച്വലി ഇറ്റ്സ് എ ഗുഡ് തിങ്. നമ്മൾ അയാളിൽ ഡിപ്പെൻഡ് ആവണമെന്നോ അല്ലെങ്കിൽ നമ്മളെല്ലാം ഷെയർ ചെയ്യണമെന്നോ അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഇതിലിപ്പോൾ എല്ലാം തുറന്ന് പറയാൻ പറ്റുന്നവരാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും നമ്മുടെ ഒരു വിളിക്കപ്പുറത്ത് ആരെങ്കിലും ഒരാൾ നമ്മളെ ലൈഫിലുണ്ട് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും. അത് എല്ലാം തുറന്നു പറയാനും അല്ലെങ്കിൽ നമുക്കൊന്ന് ഒരാവശ്യത്തിന് വിളിക്കാനോ അങ്ങനത്തേനൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ബട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം നമ്മൾ ഒരുപാട് ദൂരം ഒരു യാത്ര പോകും. അപ്പോൾ അവിടുന്ന് തിരിച്ചു വരുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് അറ്റ്ലീസ്റ്റ് ഇതിൽ ചില കാര്യങ്ങളിൽ എങ്കിലും നമുക്ക് തുറന്നു പറയാൻ നമ്മളൊരു കോൾ ചെയ്യുമ്പോൾ ഈ കോളിൻ്റെ അപ്പുറത്ത് ഒരാളുണ്ടാവണം എന്നുള്ളൊരു തോട്ട് നമ്മളെ ഉള്ളിൽ വരില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. ഇനിയിപ്പോൾ അങ്ങനെ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ പോയ യാത്രയുടെ ഒക്കെ കഥ പറയാൻ ഒരാളെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതൊരു രസമുള്ള കാര്യമല്ലേ? അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അത് അടിപൊളിയല്ലേ? യെസ്, അതാ ഞാൻ പറഞ്ഞത്. അടുത്തത് ഞാൻ അസുരൻ എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താൽ, ആദ്യമായി നിന്നെ സ്നേഹിച്ചത് ഞാനായിരിക്കില്ല, പക്ഷേ ഏറ്റവും കൂടുതൽ നിന്നെ സ്നേഹിച്ചിട്ടുള്ളത് ഞാൻ മാത്രമായിരിക്കും. എന്താലേ? ചില ആളുകളോട് ടു ബി ഓണസ്റ്റ് ഞാൻ പറയട്ടെ, ഭ്രാന്തമായ പ്രണയം ഉണ്ടാവും. അങ്ങനത്തെ കുറേ ആളുകളുണ്ട്. ഒരു തരത്തിൽ ഞാൻ പറയട്ടെ, ഇതിനൊക്കെ നമുക്ക് പല തരത്തിലും നെഗറ്റീവ്സും അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ബട്ട് ഞാൻ അങ്ങനെ ഇടയ്ക്ക് ആലോചിക്കും, എങ്ങനെയാണ് ഒരാൾക്ക് ഭ്രാന്തമായിട്ട് മറ്റൊരാളെ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നത്? അതായത് മറ്റാരും വേണ്ട, മറ്റൊന്നും വേണ്ട, അയാൾ മാത്രം മതി, അയാളുള്ള ആ ഒരു സ്നേഹം മാത്രം മതിയെന്ന് അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. സീരിയസ്ലി ഞാൻ ഇടയ്ക്ക് ആലോചിക്കും, ലൈക്ക് എങ്ങനെയാണ് ഇവർ ഇത്രയും അഡിക്റ്റായി പോകുന്നത്? ഞാൻ പറഞ്ഞില്ല, ഇതിനൊക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പറയാം. പക്ഷേ ലൈക്ക് അങ്ങനെ ഇടയ്ക്ക് ആലോചിച്ചു, എങ്ങനെയാണ് ഇത്രക്ക് കണക്റ്റായി പോകുന്നത്? എനിക്കിതുവരെ അറിയില്ല കേട്ടോ. അടുത്തത് യെസ്, എപ്പിസോഡ് നമ്പർ 34 ലാസ്റ്റ് റൈറ്റിംഗ് ആണ് ആക്ച്വലി ഇത്. ഇപ്പോൾ ലൈക്ക് നമ്മൾ ഈ ഡ്യൂറേഷൻ കുറയ്ക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് കുറയ്ക്കുന്നതല്ല. അതായത് ഈ ലവ് കോഡ്സിലൊക്കെ ഇവർ തന്നെ ഇതിലെല്ലാം പറയുന്നുണ്ട്. ഈ
ലൈൻസ് ഒക്കെ ചെറുതാണ്, അതായത് ചെറിയ വേർഡ്സ് കൊണ്ട് ചെറിയ ലൈൻസ് ആണ്, ഒക്കെ ശരിയാണ്. പക്ഷെ ആ ഒരു ചെറിയ ലൈൻസ് ആണെങ്കിൽ പോലും അതിൻ്റെ മീനിങ്സ് വളരെ വലുതാണ്. അതായത് ആ ഒരു ലൈൻ വായിച്ചു കഴിഞ്ഞാൽ തന്നെ അത് കംപ്ലീറ്റ് ആയി. അതിൻ്റെ അപ്പുറത്തോട്ട് ഇനി ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ബോറായിപ്പോവും. കാരണം ഇതൊക്കെ ഇതിൻ്റെയൊക്കെ റെസ്പെക്റ്റഡ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് റൈറ്റേഴ്സ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അതിന് മാച്ചായ നല്ല ഇമേജസും നല്ല വീഡിയോസൊക്കെ കൊടുത്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയ ഒരുപാട് നല്ല കോഡ്സും റൈറ്റിങ്സ് ആണ്. സോ അതിലേക്ക് ഞാൻ എൻ്റെ കുറേ എന്താ പറയുക കാര്യങ്ങൾ കൂടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് ഇത് വളരെ ബോറായി പോകാന്നല്ലാണ്ട് പ്രത്യേകിച്ച് നന്നാവൊന്നുമില്ല. സോ ഞാൻ വിചാരിച്ചു അവരുടെ ആ ഒരു ക്രിയേഷനെ വളരെ ബഹുമാനത്തോടെ നമുക്ക് 10 ആളുകളിലേക്ക് എത്തിക്കാം. ലൈക്ക് ഇതിനൊക്കെ ചിലപ്പോൾ ഒരുപാട് റീച്ചുകളുണ്ട് കേട്ടോ. ബട്ട് എങ്കിൽ പോലും നമ്മളെ ത്രൂ പുതിയ ആളുകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് ഞാൻ ഇവരുടെ പേരടക്കം കൊടുക്കുന്നത്. ഇതൊന്നും എൻ്റെ ക്രിയേഷൻ അല്ല. ലൈക്ക് ഇതിൽ വായിക്കുന്ന ഒരു കോട്ട് പോലും എൻ്റെ കോട്ടല്ല, എൻ്റെ റൈറ്റിംഗ് അല്ല. അതാത് പേജുകളുടെ പേര് മെൻഷൻ ചെയ്തിട്ടും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതിൽ ഇവരുടെ പേജിൻ്റെ മെൻഷനോട് കൂടിയാണ് നമ്മളിത് പോസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇതൊക്കെ ഇവരുടെ കഴിവുകളാണ്. അവർ കഷ്ടപ്പെട്ട് എഴുതി, അവർ കഷ്ടപ്പെട്ട് ക്രിയേറ്റ് ചെയ്ത ക്രിയേഷൻസ് ആണ്. അതൊരിക്കലും ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അവരുടെ പേര് മറച്ചു വെച്ചിട്ട് എൻ്റെ കോണ്ടന്റ് റീച്ചിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് നമ്മൾ റെസ്പെക്റ്റഡ് ക്രിയേറ്റേഴ്സിനെ ബഹുമാനിച്ചുകൊണ്ട് അവരുടെ തന്നെ ആ ഒരു ക്രിയേറ്റിവിറ്റി ആണ് എന്ന് പറഞ്ഞ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പുതിയ ആളുകളിലേക്കും അവരുടെ സ്കിൽ എത്തട്ടെ, അവരുടെ പേജ് റീച്ച് ആവട്ടെ, ഒരുപാട് നല്ല കോഴ്സ് ആളുകൾ അക്സെപ്റ്റ് ചെയ്യട്ടെ, ആ ഒരു ഇതാണ്. യെസ്, അപ്പോൾ ലാസ്റ്റ് റൈറ്റിംഗ് നമുക്ക് വായിക്കാം. മുൻജിദ് ഷിഹാദ് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താണ്. പരിഗണനയാണ് ഏറ്റവും മനോഹരമായ സ്നേഹം. ശരിയല്ലേ? പ്രയോറിറ്റി എന്ന് പറയുന്നത് പല ആളുകൾക്കും വളരെയധികം എന്ന് പറഞ്ഞാൽ വളരെയധികം സമാധാനം കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ അയാൾക്ക് പ്രയോറിറ്റി ആണ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നൊരു സമാധാനവും സന്തോഷം ഉണ്ടാവും. അയാൾ ഒന്ന് ആലോചിച്ച് നോക്ക്, അയാൾ എനിക്ക് തരുന്നതാണ് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് ഞാൻ തിരിച്ചറിയുന്നൊരു പോയിന്റ്, അല്ലെങ്കിൽ ഞാൻ ഒരാൾക്ക് ഏറ്റവും വലിയൊരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് എന്ന് അയാൾ തിരിച്ചറിയുന്നൊരു പോയിന്റ്, അതാത് മനുഷ്യരുടെ ജീവിതത്തിൽ കൊടുക്കുന്നൊരു സമാധാനവും സന്തോഷമൊക്കെ ഉണ്ട്. അത് അനുഭവിച്ച ആളുകൾക്ക് അതിൻ്റെ ഒരു ഡെപ്ത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് മനസ്സിലാവും. കാരണം ഈ ലോകത്ത് ഒരാളെ പ്രയോറിറ്റി ആക്കണം എന്നുണ്ടെങ്കിൽ അത്രയും സ്നേഹം കൊടുക്കണം. വെറുതെ ഒരാൾക്കും പ്രയോറിറ്റി കൊടുക്കില്ല. നമ്മൾ വാല്യൂ കൊടുക്കണം, നമ്മൾ സ്നേഹം കൊടുക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾക്ക് ഒരാൾ ഒരു 100 കോടി തന്നെന്ന് വിചാരിക്കുക, വെറുതെ തന്നെന്ന് വിചാരിക്കുക, എങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നിങ്ങൾ അയാളെ കാണണമെന്നില്ല. അതാ പറഞ്ഞത്. ഞാൻ സീരിയസ്ലി നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾക്ക് ഒരാളിപ്പോൾ ഒരു 100 കോടി രൂപ തന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സ്നേഹിക്കുന്ന ആളെക്കാൾ കൂടുതൽ നിങ്ങൾ അയാൾക്ക് പ്രയോറിറ്റി കൊടുക്കൂല. സ്നേഹത്തിന് അങ്ങനെ ഒരു പവർ ഉണ്ട്. യെസ്. സോ ഗായ്സ്, എപ്പിസോഡ് നമ്പർ 34 നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞാൻ പറഞ്ഞില്ല, ലവ് കോഡ്സും റൈറ്റിങ്സും വായിക്കുന്ന സമയത്ത് എനിക്കും വേറെ തന്നെ ഒരു ഫീലാണ്. ഐ ഹോപ്പ് കേൾക്കുന്ന നിങ്ങൾക്കും വേറെ തന്നെ ഒരു ഫീലാണെന്ന്. സോ ഇനി ഞാൻ ഉറപ്പിച്ച് പറയുന്ന എപ്പിസോഡ് നമ്പർ 35 നമ്മൾ എന്തായാലും കോമൻറ്റ് സെക്ഷനിലെ കോഡ്സും റൈറ്റിങ്സും പൊടി തട്ടിക്കൊണ്ടുവന്നിരിക്കും. സോ നമുക്ക് എപ്പിസോഡ് 35 കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റൈറ്റിംഗ് ഏതാണ്, കോട്ട് ഏതാണെന്ന് കോമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഞാൻ വീണ്ടും പറയുന്നത്, നമുക്ക് ഇൻസ്റ്റാ പേജ് ഉണ്ട്, ഞാൻ ഹബിൽ എന്ന് പറയുന്ന ഒരു പേജിൽ നമ്മൾ ഇതിൻ്റെ ഒക്കെ റീല് ഷെയർ ചെയ്യുന്നുണ്ട്. അവരുടെ പേജും ഞാൻ ഇതിൻ്റെ കൂടെ മെൻഷൻ ചെയ്യും. സോ അവരുടെ പേജ് കയറി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുള്ളായ ഒരുപാട് റൈറ്റിങ്സും കോഡ്സും അവരുടെ തന്നെ പേജിൽ കാണാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ ഷോർട്സ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അതെല്ലാം കാണുക, മാക്സിമം ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങൾക്കും ഇതേപോലെ കോഡ്സും റൈറ്റിങ്സും എഴുതാനുള്ള സ്കിൽ ഉണ്ടെങ്കിൽ നമ്മുടെ കോമൻറ്റ് സെക്ഷനിൽ എഴുതിക്കോളൂ. ഡെഫിനറ്റ്ലി നമ്മളത് വെച്ചിട്ട് വീഡിയോ ചെയ്യും. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.